ഹരി ഓം ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്ദം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിര്യ ഇമാ പുരോ വിഭുഃ നിർമ്മായ ശേരേയതമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം
വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധം 77-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സാൽവവധം എന്നതാണ് വിഷയം. കഴിഞ്ഞ അധ്യായം സാൽവൻ ദ്വാരകാപുരിയെ ആക്രമിക്കുന്നതും സൗഭം എന്ന വിമാനത്തിലിരുന്നു കൊണ്ട് യുദ്ധം ചെയ്യുന്നതും ആയിട്ടുള്ള ഭാഗങ്ങളാണ് കണ്ടത്. പ്രദ്യുമ്നൻ ആണ് ദ്വാരകയുടെ രക്ഷകനായിട്ടുണ്ടായിരുന്നത്. ഭഗവാനും മറ്റുമൊക്കെ രാജസൂയ യാഗത്തിന് പോയിരിക്കുന്ന സന്ദർഭമാണ്. അപ്പോൾ ഇവിടെ പ്രദ്യുമ്നന്റെ നേതൃത്വത്തിൽ സാൽവനെ എതിർക്കുന്നു. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ അധ്യായവും. ഭഗവാൻ വന്നു ചേരുന്നതും ഭഗവാനും സാൽവനുമായിട്ടുള്ള യുദ്ധവും, അതിൽ സാൽവന്റെ വാഹനം, യാനം, സൗഭം എന്നുള്ളതായിട്ടുള്ള വാഹനം, അത് സാൽവൻ മഹാദേവനെ പ്രീതിപ്പെടുത്തി ഒരു പിടി മണ്ണ് മാത്രം ഭക്ഷിച്ചുകൊണ്ട് ഭഗവാനെ തപസ് ചെയ്ത് ഭഗവാൻ പ്രസാദിച്ചപ്പോൾ വാങ്ങിച്ച അനുഗ്രഹ വരമാണ്. മനുഷ്യരാലോ ദേവന്മാരാലോ ഗന്ധർവന്മാരാലോ അസുരന്മാരാലോ അങ്ങനെ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയിൽപ്പെട്ട ആർക്കും നശിപ്പിക്കാൻ പറ്റാത്തതായിട്ടുള്ള വാഹനം. അതിലിരുന്നു കൊണ്ട് അയാദവീം ക്ഷ്മാം കരിഷ്യേ, ക്ഷ്മാം ഭൂമിയെ അയാദവീം കരിഷ്യേ, യാദവന്മാരില്ലാത്തതാക്കി ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്ത് തൻ്റെ കൂട്ടുകാരനായ ശിശുപാലൻ്റെ നേരത്തെ രുക്മിണി സ്വയംവരത്തിലുണ്ടായ അപമാനവും ഇപ്പോൾ രാജസൂയ യാഗത്തിലുണ്ടായ വധവും സഹിക്കാതെ പ്രതികാരം ചെയ്യാനായിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാൽവന്റെ വധം, സൗഭത്തെ നശിപ്പിച്ച് ഭഗവാൻ സൗഭത്തെ നശിപ്പിക്കുന്നുണ്ട്. അത് വളരെ സൂക്ഷ്മമാണ്. ഭഗവാൻ സൗഭത്തെ നശിപ്പിച്ചു എന്ന് കേൾക്കുമ്പോൾ മഹാദേവൻ കൊടുത്ത അനുഗ്രഹം പാഴായിപ്പോയി എന്നല്ല. മഹാദേവൻ കൊടുത്ത അനുഗ്രഹത്തിന് യാതൊരു ഹാനിയും ഇല്ല. പിന്നെന്തുകൊണ്ട് ഭഗവാന് അത് നശിപ്പിക്കാൻ കഴിഞ്ഞു എന്നാണെങ്കിൽ, ഭഗവാൻ ഈ സാൽവൻ ചോദിച്ച വരങ്ങളിലൊന്നും, അല്ലെങ്കിൽ ആർക്കൊക്കെ ഈ സൗഭത്തെ നശിപ്പിക്കാൻ കഴിയില്ലയോ എന്ന് അദ്ദേഹം വരം ചോദിച്ചുവോ ആ ലിസ്റ്റിലൊന്നും പെടുന്ന ആളല്ല ഭഗവാൻ എന്ന് വ്യക്തമാക്കുകയാണ്. ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയിൽപ്പെട്ട ആളല്ല ഭഗവാൻ. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. കൃഷ്ണൻ സാക്ഷാൽ ആ പരിപൂർണ ഭഗവത് ഭാവമാണ്. ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം ഇതെല്ലാം പരിപൂർണമായി തികഞ്ഞ സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ്. പരബ്രഹ്മത്തെ സഗുണമാക്കുമ്പോഴാണ് ഭഗവാൻ ആവുന്നത്. ആ സഗുണബ്രഹ്മം ആയി അവതരിച്ചതാണ് ഭഗവാൻ കൃഷ്ണൻ. അപ്പോൾ ഇതാണ് നമ്മൾ ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ശ്രദ്ധിക്കേണ്ട കാര്യം. നമുക്ക് വായിക്കാം, വായിച്ചിട്ട് കാണാം. 77-ാം അധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ
उत्तरार्धे सप्तसप्ततितमोऽध्यायः। श्रीशुक उवाच स तु उपस्पृश्य सलिलं दंशितो धृतकार्मुकः नयमां द्युमदः पार्श्वं वीरस्येत्याह सारथिं विधमन्दं स्वसैन्यानि द्युमन्दं रुक्मिणीसुतः प्रतिहत्य प्रत्यविध्यन् नाराचैरष्टभिस्मयन् चतुर्भिश्चतुरो वाहान् सूतमेकेन चाहनत् द्वाभ्यां धनुश्च केतुं च शरेणान्येन वै शिरः गतसात्यकि सम्पाद्या जग्नुः सौभपतेर्बलं पेदुः समुद्रे सौभेयाः सर्वे संचिन्नकन्दराः एवं यदूनां साल्वानां निघ्नताम् इतरेतरं युद्धं तृणवरात्रं तद् अभूत् तुमुलमुल्बणम् इन्द्रप्रस्थं गतः कृष्णः आहूतो धर्मसूनुना राजसूये धनुर्वृत्ते शिशुपाले च संस्थिते कुरुवृद्धान् अनुज्ञाप्य मुनींश्च ससुतां प्रदां निमित्तान्यतिघोराणि पश्यन् द्वारवतीं ययौ आहचाहमिहायात आर्यमिश्राभिसङ्गतः राजन्याश्चैद्यपक्षीया नूनं हन्युः पुरीं मम वीक्ष्य तत्कथनं स्वानां निरूप्य पुररक्षणं सौभं च साल्वराजं च दारुगं प्राह केशवः रथं प्रापय मे सूता साल्वस्यान्धिगमाशु वै सम्भ्रमस्तेन कर्तव्यो मायावी सौभराडयम् इत्युक्तश्चोदयामास रथमास्ताय दारुगः विशन्दं ददृशुः सर्वे स्वे परे चारुणानुजम् साल्वश्च कृष्णमालोक्य हतप्रायबलेश्वरः प्राहरत् कृष्णसूताय शक्तिं भीमरवामृधे तामापतन्दीं नभसि महोल्कामिव रंहसां भासयन्तीं दिशः शौरिः सायकैः सदधाच्छिनत् तं च षोडशभिर्विद्ध्वा बाणैः सौभं चखे भ्रमत् अविध्यत् शरसन्दोहैः खं सूर्यैव रश्मिभिः साल्वः शौरेस्तु दोसव्यं सशार्ङ्गं शार्ङ्गधन्वनः बिभेदन्यपदद्हस्ताद् शार्ङ्गमासीत् तदल्भुतम् हाहाकारो महानासीत् भूतानां तत्र पश्यतां विनद्य सौभराडुच्चैरिदमाह जनार्दनम् यत्त्वया मूढनः सख्युः भ्रातुर्भार्या हृदे क्षतां प्रमत्तः स सभामध्ये त्वया व्यापादितः सखा तं त्वाद्य निशितैर्बाणैरपराजितमानिनं नयाम्यपुनरावृत्तिं यदि तिष्ठेर्ममाग्रदः। श्रीभगवानुवाच वृथा त्वं कथसे मन्द न पश्यस्यन्दिगेन्दगं पौरुषं दर्शयन्ति स्म शूरा न बहुभाषिणः इत्युक्त्वा भगवान् साल्वं गदया भीमवेगया तताडजत्रौ संरब्धः स चकम्बे वमन्नसृकम् गदायां सन्निवृत्तायां साल्वस्त्व अन्दरधीयत ततो मुहूर्त आगत्य पुरुषः शिरसाच्युतं देवक्या प्रहितोऽस्मीति नत्वा प्राहवचोरुदन् कृष्ण कृष्ण महाबाहो पिता ते पितृवत्सला बद्ध्वापनीतः साल्वेन सौनिकेन यदा पशुः निशम्य विप्रियं कृष्णो मानुषीं प्रकृतिं गतः विमनस्को गृणीस्नेहाद् बभाषे प्राकृतो यथा कथं रामम् असम्भ्रान्तं जित्वा जेयं सुरासुरैः साल्वेनाल्पीयसा नीतः पिता मे बलवान् विधिः इति ब्रुवाणे गोविन्दे सौभराट् प्रत्युपस्थितः वसुदेवमिवानीय कृष्णं चेदमुवाचसः एष ते जनिता तातो यदर्थम् इह जीवसि वदिष्ये वीक्षतस्ते अमुम् ईशश्चेत् पाहि बालिश एवं निर्भल्स्य मायावी खड्गेनानगदुन्दुभेः उत्कृत्य शिर आदाय खस्तं सौभं समाविशद ततो मुहूर्तं प्रकृतौ उपप्लुतः स्वबोध आस्ते स्वजनानुषङ्गतः
മഹാനുഭാവസ്തദബുദ്ധ്യതാസുരീം മായാം സസാൽവപ്രസൃതാം മയോദിതാം ന തത്ര ദൂതം ന പിതുഃകളേബരം പ്രബുദ്ധ ആചൗ സമപശ്യതച്യുതഃ സ്വാപ്നം യഥാ ചാംബരചാരിണം രിപും സൗഭസ്തമാലോക്യ നിഹന്തുമുദ്യതഃ ഏവം വദന്തി രാജർഷേ ഋഷയഃ കേചനാന്വിതാഃ യത്സ്വവാചോ വിരുദ്ധ്യേത നൂനം തേന സ്മരന്ത്യുത ക്വ ശോകമോഹൗ സ്നേഹോ വാ ഭയം വാ യജ്ഞസംഭവാഃ ക്വ ചാഖണ്ഡിത വിജ്ഞാനജ്ഞാനൈശ്വര്യസ്പഖണ്ഡിതഃ യത്പാദസേവോർജിതയാ ആത്മവിദ്യയാ ഹിന്വന്ത്യനാദ്യാത്മവിപര്യഗ്രഹം ലഭന്ത ആത്മീയമനന്തമൈശ്വരം കുതോ नु മോഹഃ പരമസ്യ സദ്ഗതേഃ തം ശസ്ത്രഭോഗൈ പ്രഹരന്തമോജസാ സാൽവം ശരൈ ശൗരിരമോഘ വിക്രമഃ വിദ്വാച്ചിനദ്വർമ്മധനുശിരോമണിം സൗഭം ച ശത്രോർഗതയാരുരോജഃ തൽകൃഷ്ണഹസ്തേരിതയാ വിചൂർണിതം പപാദതോ ഏകതയാ സഹസ്രധാ വിസൃജ്യ തദ്ഭൂതലമസ്ഥിതോ ഗദാം ഉദ്യമ്യ സാൽവച്യുതമഭ്യഗാദ്രുതം ആധാവതഃ സഗദം തസ്യ ബാഹും ഭല്ലേന ചിത്വാ ദരധാംഗമദ്ഭുതം വധായ സാൽവസ്യ ലയാർക്കസന്നിഭം ബിഭ്രദ്ബഭൗ സാർക്കൈവോദയാചലഃ ജഹാര തേനൈവ ശിരസ്സകുണ്ഡലം കിരീടയുക്തം കുരുമായിനോ ഹരിഃ വജ്രേണ വൃത്രസ്യ യദാ പുരന്ദരോ ബഭൂവ ഹാഹേതി വചസ്തദാ നൃണാം തസ്മിन् നിപതിതേ പാപേ സൗഭേ ച ഗദയാ ഹതേ നേതുർദുന്ദുഭയോ രാജൻ ദിവി ദേവഗണേരിതാഃ സഖീനാം അപചിതിം കുർവൻ ദന്തവക്ത്രോരുഷാഭ്യഗാത്. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ സൗഭവതോ നാമ സപ്തസപ്തതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. സുസ്വാഗതം. യുധിഷ്ഠിരന്റെ രാജസൂയ യാഗം വളരെ വിശദമായിട്ട് നമ്മൾ 4 അധ്യായങ്ങളെ കൊണ്ട് കണ്ടു. അതിൽ ദുര്യോധനന് മാനഭംഗമുണ്ടായതും അതുതന്നെയാണ് മഹാഭാരത യുദ്ധത്തിലേക്ക് നയിച്ച കാരണം എന്നിങ്ങനെ നമ്മൾ കണ്ടു. അതിനുശേഷം കഴിഞ്ഞ അധ്യായം 76-ാം അധ്യായത്തിൽ ശിശുപാലന്റെ കൂട്ടുകാരനായ സാൽവൻ രുക്മിണി സ്വയംവര സന്ദർഭത്തിൽ ശിശുപാലനും ദന്തഭക്തനും അല്ലെങ്കിൽ ജരാസന്ധനും സാൽവനുമെല്ലാം യാദവ സൈന്യത്തോട് പരാജയപ്പെട്ടപ്പോൾ തന്നെ പ്രതിജ്ഞ ചെയ്തിരുന്നു, ഈ യാദവ വംശത്തെ ഞാൻ മുടിക്കും എന്ന്. അങ്ങനെ മഹാദേവനെ തപസ് ചെയ്ത് ഈ സാൽവൻ മഹാദേവനെ പ്രസാദിപ്പിച്ച് വരം മേടിച്ചിരുന്നു. അതൊരു വാഹനമായിരുന്നു, ഒരു യാനം, ഇഷ്ടംപോലെ സഞ്ചരിക്കാവുന്നത്. കാമകം എന്ന് പറഞ്ഞു, കാമത്തിനനുസരിച്ച് ഗമിക്കുന്നത്. അപ്പോൾ അത് അന്തരീക്ഷത്തിൽ വിമാനം പോലെ പറന്നു നടക്കുന്നതായിട്ടുള്ള ഒരു യാനമാണ്. അതിനെ ആർക്കും നശിപ്പിക്കാൻ പറ്റില്ല. ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയിൽപ്പെട്ട ദേവന്മാർക്കോ അസുരന്മാർക്കോ മനുഷ്യർക്കോ ഗന്ധർവാദികൾക്കോ ഒരു വർഗത്തിനും നശിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള വരം നേടിയിരുന്നു. അപ്പോൾ ഇവിടെ രാജസൂയയാഗത്തിൽ ശിശുപാലൻ വധിക്കപ്പെട്ടതും കൂടി കഴിഞ്ഞപ്പോൾ എല്ലാവരും അവരവരുടെ രാജ്യങ്ങളിലേക്ക് മടങ്ങിപ്പോയി. ഭഗവാൻ മാത്രം കുറച്ചു കാലം യുധിഷ്ഠിരന്റെ അഭ്യർത്ഥന മാനിച്ച്
ഇന്ദ്രപ്രസ്ഥത്തിൽ തന്നെ കഴിച്ചുകൂട്ടി എന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഭഗവാൻ ഇന്ദ്രപ്രസ്ഥത്തിലായിരുന്ന സമയത്ത് ഈ സാൽവൻ ദ്വാരകാപുരിയെ ആക്രമിക്കുകയാണ്. ആ സമയത്ത് പ്രദ്യുമ്നന്റെ നേതൃത്വത്തിൽ സാമ്പനും മറ്റുമൊക്കെ ഇവിടെ എത്തിയിരുന്നു. തിരിച്ച് ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് ആ സാമ്പാദികളും സാത്വികി മുതലായവരും കൂടെ സാൽവനോട് യുദ്ധം ചെയ്യുന്നതും 27 ദിവസം നീണ്ടുനിന്ന ആ യുദ്ധം ചുരുക്കി വർണ്ണിച്ചു. അതിൽ സാൽവന്റെ മന്ത്രിയായ ദ്യുമാൻ നമ്മുടെ പ്രദ്യുമ്നനെ ആക്രമിച്ച് അദ്ദേഹത്തിന് ക്ഷീണം ഉണ്ടായി, മോഹാത്സ്യമുണ്ടായി. ഈ സമയത്ത് സാരഥി, പ്രദ്യുമ്നന്റെ സാരഥി മറ്റേ ദാരുകന്റെ പുത്രനാണ്. ആ സാരഥി പ്രദ്യുമ്നനെ കുറച്ച് ദൂരം അകറ്റി നിർത്തി കുറച്ചു നേരം യുദ്ധത്തിൽ നിന്ന്. ഉണർന്ന് ബോധം വന്നതായിട്ടുള്ള പ്രദ്യുമ്നൻ അത് വലിയ സങ്കടമായി. അദ്ദേഹം സാരഥിയെ ശാസിക്കുന്നു, ഈ യദുവംശത്തിൽ ഇന്ന് വരെ ആരും യുദ്ധത്തിൽ നിന്ന് ഒളിച്ചോടുകയോ പിന്തിരിഞ്ഞോടുകയോ ഒന്നും ചെയ്തിട്ടില്ല. നീ ഇപ്പോൾ എന്നെ കൊണ്ട് ആ പേര് കേൾപ്പിച്ചു. ആദ്യമായിട്ട് ഞാനാണ് ഈ വംശത്തിൽ യുദ്ധത്തിൽ പിന്തിരിയുന്ന ആള്. ഇനി അച്ഛനും വല്യച്ഛനോടുമൊക്കെ ഞാൻ എന്ത് പറയും? അവർ വന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എങ്ങനെ അവരുടെ മുഖത്ത് നോക്കാൻ പറ്റും എന്നിങ്ങനെ സാരഥിയെ ശാസിച്ചു. സാരഥി പറഞ്ഞു, ഇത് എൻ്റെ ധർമ്മമാണ്. രഥത്തിന്റെ ഉടമസ്ഥന് ക്ഷീണമുണ്ടായാൽ അദ്ദേഹത്തെ അതിൽ നിന്ന് കുറച്ചു നേരത്തേക്ക് മാറ്റി നിർത്തി രക്ഷിക്കേണ്ടതാണ് ധർമ്മം. എനിക്കെന്തെങ്കിലും ആപത്ത് വന്നാൽ അന്ന് രക്ഷിക്കുക എന്നുള്ളത് രഥിയുടെ ധർമ്മമാണ്. അപ്പൊ സാരഥിയും രഥിയും പരസ്പരം ആപത്തിൽ സഹായിക്കാനുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. ഞാൻ അതേ ചെയ്തിട്ടുള്ളൂ. അങ്ങേക്ക് ഇനിയും യുദ്ധം ചെയ്യാം. അങ്ങ് ആയുസ് ശേഷിക്കുന്നവനാണ്, ആയുഷ്മാനാണ്. അതുകൊണ്ട് തന്നെ അങ്ങേക്ക് ഇനിയും ഈ സാൽവനോടുള്ള സൈന്യത്തോട് യുദ്ധം ചെയ്യാം, വരൂ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരികയാണ്. അവിടെയാണ് നമ്മൾ കഴിഞ്ഞ അധ്യായം നിർത്തിയത്. അതിൻ്റെ തുടർച്ചയായിട്ട് തിരിച്ചു വന്ന പ്രദ്യുമ്നൻ ഈ ദ്യുമാനോട് യുദ്ധം ചെയ്യുന്നതും ദ്യുമാനെ വധിച്ചു കളയുന്നതുമായിട്ടുള്ള ആശയമാണ് ആദ്യം പറയുന്നത്. അതിനുശേഷം യുദ്ധം തുടരുന്നു സാൽവന്റെ സൈന്യവുമായിട്ട്. ഈ സമയത്ത് ഭഗവാൻ ഇന്ദ്രപ്രസ്ഥത്തിൽ അദ്ദേഹത്തിന് ചില നിമിത്തങ്ങൾ കണ്ട് ദ്വാരകയെ ശത്രുക്കൾ ആക്രമിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി യുധിഷ്ഠിരനോട് യാത്ര പറഞ്ഞ് അവിടുന്ന് ദ്വാരകയിലേക്ക് വരുന്ന വഴി തന്നെ നേരെ യുദ്ധരംഗത്തേക്കാണ് പോകുന്നത്. ഭഗവാൻ സാൽവനുമായിട്ടുള്ള യുദ്ധം ചെയ്യുന്നതൊക്കെയാണ് നമ്മളിപ്പോൾ വായിച്ചത്. അതിലേക്ക് കൂടുതൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഓരോ ശ്ലോകമായിട്ട് വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ സപ്തസപ്തതിതമോऽധ്യായഃ. ശ്രീശുക ഉവാച. സ ഉപസ്പൃശ്യ സലിലം ദംശിതോ ധൃതകാർമുകഃ നയമാം ദ്യുമദഃ പാർശ്വം വീരസ്യേത്യാഹ സാരഥിം. ശ്രീശുക ഉവാച. സ ഉപസ്പൃശ്യ സലിലം ദംശിതോ ധൃതകാർമുകഃ നയമാം ദ്യുമദഃ പാർശ്വം വീരസ്യേത്യാഹ സാരഥിം. സുഖബ്രഹ്മർഷി കഥ തുടരുകയാണ്. ശ്രീശുക ഉവാച. സഹ ഉപസ്പൃശ്യ സലിലം. ഇവിടെ സഹ എന്ന് പറഞ്ഞത് പൂർവ്വ അധ്യായത്തിൽ ആരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നുവോ അയാൾ എന്നർത്ഥം. പേര് പറയാതെ സർവനാമ ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നു. കഴിഞ്ഞ അധ്യായത്തിലെ അവസാന ഭാഗത്തിന്റെ തുടർച്ചയാണ് എന്ന് സൂചന. അപ്പോ സഹ പ്രദ്യുമ്ന സലിലം ഉപസ്പൃശ്യ എന്ന് പറഞ്ഞാൽ അല്പനേരം യുദ്ധരംഗത്തുനിന്ന് മോഹാത്സ്യം പ്രാപിച്ച് മാറി നിന്നതാണ്. അപ്പൊ ഇനി വെള്ളം കൊണ്ട് കാലും മുഖമൊക്കെ കഴുകി ആചമനാദികളൊക്കെ ചെയ്ത് തയ്യാറായി എന്നർത്ഥം. ഇത് നമ്മുടെ ഒരു സംസ്കാരമാണ്. ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിൻ്റെ ഇടയിൽ ബ്രേക്ക് വന്നാൽ ഉടനെ വെള്ളം തൊട്ട് ആചമനം ചെയ്യുക എന്നുള്ളത്. അത് നമ്മൾ പൂജയിൽ നിന്ന് പഠിക്കേണ്ടതാണ്. പൂജയിൽ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ അടുത്ത കർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് വെള്ളം തൊടണം. ഉപസ്പൃശ്യ എന്നൊരു മന്ത്രം പോലെ ചൊല്ലും. മന്ത്രമല്ല അത് വാസ്തവത്തിൽ.
വെള്ളം തൊട്ടിട്ട് എന്നാ പറയുന്നത്. പക്ഷെ ഇത് നമ്മുടെ സംസ്കാരത്തിൽ അലിഞ്ഞു ചേരേണ്ടതാണ്. നമ്മൾ ഏതൊരു കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ബ്രേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകുമ്പോൾ ഒക്കെ ആ ഒരു വെള്ളം തൊടുക എന്നുള്ളതായിട്ടുള്ള ശുദ്ധമാക്കുക, കൈകൾ ശുദ്ധമായിരിക്കുക, നമ്മുടെ ഇന്ദ്രിയങ്ങൾ ശുദ്ധമായിരിക്കുക, ഒരു ഫ്രഷ് ആയിട്ട് വേണം നമ്മൾ വീണ്ടും അതിലേക്ക് പ്രവേശിക്കാനായിക്കൊണ്ട്. അപ്പോൾ ഇവിടെയും ഇദ്ദേഹം യുദ്ധത്തിൻ്റെ ഇടയിൽ അല്പനേരം മാറി നിന്നു, അല്പം വിഷമമുണ്ടായി, വീണ്ടും വന്ന് തിരിച്ച് പൂർവാധികം ശക്തിയോടെ യുദ്ധത്തിലേക്ക് വരികയാണ്. വെള്ളം സ്പർശിച്ചിട്ട് സലിലം ഉപസ്പൃശ്യ ഉപസ്പൃശ്യ. അപ്പോൾ കൈകാലുകളൊക്കെ കഴുകി ശുദ്ധമായി വന്നു. ഒരു ക്ഷത്രിയനെ സംബന്ധിച്ച് തൻ്റെ സ്വധർമ്മമായിട്ടുള്ള യുദ്ധവും ഈശ്വര ആരാധനയാണ്, ഈശ്വര പൂജയാണ്. ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, സ്വകർമ്മണ തമഭ്യർച്ച്യ. ഓരോരുത്തരും സ്വകർമ്മം കൊണ്ട് ഈശ്വരനെ ആരാധിക്കുക. അപ്പൊ ക്ഷത്രിയന് യുദ്ധം സ്വകർമ്മമാണ്, അതും ഈശ്വര ആരാധനയായിട്ട് മാറ്റുന്ന ആ ഒരു സംസ്കാരമാണ് നമ്മുടെ സംസ്കാരം. ഇന്നിപ്പോ അതൊന്നും ആർക്കും പറഞ്ഞേ കൊടുക്കുന്നില്ല. എവിടെ നോക്കിയാലും ഒരു ശൗചവും ഇല്ലാത്ത ഒരു സമ്പ്രദായമായിട്ട് അധപ്പതിച്ചു നമ്മുടെ ഹിന്ദു സമൂഹം. മറ്റുള്ളവരുടെ കണ്ടുപഠിച്ചു. അന്യമതസ്ഥരുടെ ശുചിയില്ലായ്മ നമ്മളൊക്കെ ഏറ്റെടുത്തു. അവർക്ക് ആ ഒരു സംസ്കാരം ഉണ്ടായിരുന്നില്ല, ശൗചം ഉണ്ടായിരുന്നില്ല. അവർ ചിലപ്പോൾ നമ്മുടെ ഇന്ന് പഠിച്ചിട്ടുണ്ടാവും ശൗചമൊക്കെ. നമ്മൾ അവരുടെ അശൗചങ്ങളെല്ലാം ഏറ്റെടുത്തു എന്നറിയാം അല്ലേ. പല അറേബ്യൻ സംസ്കാരങ്ങളും ഒക്കെ ഒരു എന്താ പറയുക, ഒരു വലിയ മേശപ്പുറത്ത് വലിയ പാത്രം, വലിയ താലി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു വലിയ മൃഗത്തെ വേവിച്ച് സ്റ്റഫ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ കുഴിമന്തിയോ എന്തൊക്കെ ഇട്ടിട്ട് അവർ ഒന്നിച്ച് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും നായ്ക്കൾ കടിച്ചു വലിച്ച് തിന്നുന്നത് പോലെയുള്ള രീതികളുണ്ട്. അതൊക്കെ നമ്മുടെ ആൾക്കാരിപ്പോൾ ഏറ്റെടുത്തു. അതിലൊക്കെ മാറ്റം വരണം. ശൗചം എന്നുള്ളത് എന്താണ്, എങ്ങനെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെ അറിയണം. അത് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ കുട്ടികൾക്ക് അച്ഛനമ്മമാർ പഠിപ്പിച്ചു കൊടുക്കണം. അത് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. അത് നമുക്ക് എവിടെ പോയാലും കാണാം. ഇപ്പൊ ഇവിടെ സലിലം ഉപസ്പൃശ്യ ദംശിതോ ധൃതകാർമുക. ദംശിത എന്ന് പറഞ്ഞാൽ ദംശിക്കുക എന്ന് പറഞ്ഞാൽ കടിപ്പിക്കുക. എന്താ കടിപ്പിച്ചത്? പടച്ചട്ടയെ ഒന്നുകൂടെ ഒന്ന് ഉറപ്പിച്ചു എന്നർത്ഥം. മാറത്തുള്ള പടച്ചട്ടയെ, ഇനിയിപ്പോ പഴയത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ, കേടുവന്നിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റി രഥത്തിൽ വേറെ പടച്ചട്ടകൾ ഉണ്ടാവും. ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനെ എടുത്ത് ഒന്നുകൂടെ വലിച്ചു കെട്ടി, കച്ച കെട്ടി എന്നർത്ഥം. ധൃത കാർമുക. കാർമുകം എന്നാൽ വില്ലിന്റെ പര്യായമാണ്. അപ്പൊ ധൃതകാർമുക, വില്ലെടുത്ത് പിടിച്ചവനായി ധൃതകാർമുക. എന്നിട്ട് നയമാം ദ്യുമത പാർശ്വം വീരസ്യ ഇതിയാഹ സാരഥിം. സാരഥിം ഇതിയാഹ, സാരഥിയോട് ഇങ്ങനെ ആജ്ഞാപിച്ചു. മാം നയ, എന്നെ നയിച്ചാലും കൊണ്ടുപോയാലും എവിടേക്ക്? വീരസ്യ ദ്യുമത പാർശ്വം, വീരനായ ദ്യുമാന്റെ സമീപത്തേക്ക്. അപ്പൊ ദ്യുമാനെ വീരനായി ബഹുമാനിക്കുന്നു. കാരണം തന്നെ അല്പനേരത്തേക്കെങ്കിലും പരാജയപ്പെടുത്തി, അല്ലെങ്കിൽ തനിക്കൊരു മോഹാത്സ്യമുണ്ടാക്കി, അങ്ങനെ തന്റെ നേരെ യുദ്ധം ചെയ്ത ഒരു ശക്തനാണ് ഈ ദ്യുമാൻ എന്ന സാൽവന്റെ മന്ത്രി. അപ്പൊ അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം തന്നെ പറയുന്നു, വീരസ്യ ദ്യുമത പാർശ്വം മാം നയ, വീരനായ ദ്യുമാന്റെ സമീപത്തേക്ക് എന്നെ നയിച്ചാലും എന്ന് സാരഥിം ആഹ. വിധമന്തം സ്വസൈന്യാനി ദ്യുമന്തം രുക്മിണീസുതഃ പ്രതിഹത്യ പ്രത്യവിധ്യൻ നാരാചൈർ അഷ്ടവിസ്മയൻ. വിധമന്തം സ്വസൈന്യാനി ദ്യുമന്തം രുക്മിണീസുതഃ പ്രതിഹത്യ പ്രത്യവിധ്യദ് നാരാചൈർ അഷ്ടവിസ്മയൻ. സ്വസൈന്യാനി വിധമന്തം ദ്യുമന്തം രുക്മിണീസുതഃ പ്രതിഹത്യ അഷ്ടഭിഃ നാരാചൈഃ സ്മയൻ പ്രത്യവിധ്യത്.
അപ്പോ സ്വസൈന്യാനി വിധമന്തം ദ്യുമന്തം, തന്റെ സൈന്യത്തെ വിശേഷേണ ക്ഷയിപ്പിക്കുന്ന, നശിപ്പിക്കുന്നതായിട്ടുള്ള ദ്യുമന്തം, ദ്യുമാന്റെ അടുത്തേക്ക് രുക്മിണീസുതനായ പ്രദ്യുമ്നൻ ചെന്ന് പ്രതിഹത്യ തടഞ്ഞിട്ട്, പ്രതിഹനിച്ചിട്ട് അദ്ദേഹത്തെ എതിർത്ത് തടഞ്ഞ് അഷ്ടഭിഹി നാരാചൈഹി, അഷ്ടഭിഹി നാരാചം എന്നാൽ അസ്ത്രത്തിന്റെ പര്യായമാണ്. 8 അസ്ത്രങ്ങളെ കൊണ്ട് സ്മയന് പ്രത്യവിദ്യത്, ചിരിച്ചുകൊണ്ട്, ഒരു വീരന്റെ ലക്ഷണമാണ് ഇതൊക്കെ എന്ത് എന്ന മട്ടിലെ ലാഘവത്തോടെ ഇതൊക്കെ എത്രയോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. പുതിയ ആളുകളാണ് അല്ലേ? അനി കുമാരിയ. തീർച്ചയായിട്ടും വയ്യാത്തപ്പോ ആപത്ത് ധർമ്മം എന്ന് പറയും. നമുക്ക് ശാരീരികമായിട്ടുള്ള വയ്യായകൾ, അസ്വസ്ഥതകളൊക്കെ ഉള്ളപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ശൗചം മതി. മനസ്സിന്റെ ശൗചമാണ് മുഖ്യം. ശരീരത്തിനും ശൗചം ഉണ്ടായിരിക്കണം, പക്ഷേ അത് പരിതസ്ഥിതിക്ക് അനുസരിച്ചാണ്. വെള്ളം കിട്ടാത്ത നാട്ടിൽ അതിനനുസരിച്ചാണ് ശൗചം. ശരീരത്തിന് അസുഖമൊന്നും വേണ്ട, വെള്ളം കിട്ടാത്ത നാട്ടിലാണെങ്കിൽ എന്താ ചെയ്യുക? അതിനനുസരിച്ച് ശൗചം. അപ്പം അതിനൊക്കെ പല വിധികളുണ്ട്. അതൊക്കെ മനസ്സിലാക്കി ആപദ്ധർമ്മം എന്ന് പറയും. അതാത് ആപത്തിനനുസരിച്ച്. ഇപ്പം നമ്മൾ തന്നെ എത്ര ശൗചമുള്ള ആളുകളും അന്യദേശങ്ങളിൽ പോയാൽ നമ്മുടെ വീട്ടിലെ പോലെ ആവില്ല. യാത്രകളിൽ ഒട്ടുമാവില്ല. ട്രെയിനിലും മറ്റുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ ദിവസവും കുളിക്കാൻ പറ്റുമോ? 2-3 ദിവസത്തെ യാത്രയുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, സ്മൃതികളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, യാത്രായാം ശൂദ്രവച്ചരേത്, യാത്രയിൽ ശൂദ്രന്മാരെ പോലെ ചരിക്കാം. ശൂദ്രന്മാരെന്ന് പറഞ്ഞാൽ ഇവിടെ അല്പം സംസ്കാരം കുറഞ്ഞതായിട്ടുള്ള ആളുകൾ, പ്രാകൃതന്മാർ എന്ന അർത്ഥത്തിലാണ്. ശൗചം കുറഞ്ഞ ആൾക്കാർ. അപ്പൊ ശൗചം കുറഞ്ഞ ആൾക്കാരെ പോലെ യാത്രയിൽ ഇതാക്കാം. അപ്പൊ ഇതൊക്കെ കോമൺ സെൻസ് കൊണ്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതിലൊന്നും സംശയം വേണ്ട. പ്രായോഗിക ബുദ്ധി അതാണ് വേണ്ടത്. എപ്പോൾ 100% നമുക്ക് ശൗചം അനുഷ്ഠിക്കാൻ സാഹചര്യമുണ്ടോ, നമ്മുടെ സ്വന്തം ഗൃഹത്തിൽ എല്ലാം അവൈലബിൾ ആണ്, ശരീരത്തിന് ആരോഗ്യമുണ്ട്, അപ്പോഴാണ് 100% ശൗചം പാലിക്കേണ്ടത്. സ്വന്തം ഗൃഹം വിട്ട് അന്യഗൃഹത്തിൽ പോയാൽ 100% സാധിക്കില്ല. എത്ര സാധിക്കുമോ അത്രയും ചെയ്യുക. അന്യദേശത്ത് ചെന്നാൽ അതിലും പകുതിയെ സാധിക്കുള്ളൂ, അത്രയും മതി. യാത്രാവേളകളിൽ എത്ര സാധിക്കുമോ അത്രയും മതി. അതുപോലെ ശാരീരികമായ അവശതകൾ ഉണ്ടായിരിക്കുമ്പോൾ എത്ര സാധിക്കുമോ അത്രയും മതി. അസുഖം വർദ്ധിപ്പിക്കുന്ന പണിയൊന്നും എടുക്കരുത്. ഇത് പ്രായോഗിക ബുദ്ധി കൊണ്ട് തീരുമാനിക്കാവുന്നതാണ്. ഇതെല്ലാം നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് എത്രയോ പ്രാവശ്യം ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതുമാണ്. പുതിയ ആളുകൾ വരുമ്പോൾ ഓരോ ചോദ്യമായിട്ട് വരണമെന്ന് മാത്രം. നാരായണ. നാരായണ. അപ്പോൾ തൻ്റെ സൈന്യത്തെ ക്ഷയിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ദ്യുമാന്റെ നേരെ ചെന്ന് തടഞ്ഞ് രുക്മിണീപുത്രൻ 8 അസ്ത്രങ്ങളെ കൊണ്ട് ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തെ പ്രയോഗിച്ചു എന്നാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ പ്രകടിപ്പിക്കുന്നതാണ് ഈ ചിരി. അങ്ങനെ ചിരിച്ചുകൊണ്ട് സ്മയന് അഷ്ടഭിഹി നാരാചൈഹി പ്രത്യവിദ്യത്, പ്രതിവേദിച്ചു, തിരിച്ച് മുറിവേൽപ്പിച്ചു അല്ലെങ്കിൽ തിരിച്ച് പ്രയോഗിച്ചു എന്നർത്ഥമാണ്. അതെങ്ങനെയൊക്കെയാണ് 8 അസ്ത്രങ്ങൾ എന്ന് പറയാണ്. ചതുർഭിശ്ചതുരോ വാഹാൻ സൂതമേകേന ചാഹനത് ദ്വാഭ്യാം ധനുശ്ച കേതും ച ശരേണാന്യേന വൈ ശിരഃ. ചതുർഭിശ്ചതുരോ വാഹാൻ സൂതമേകേന ചാഹനത്
ദ്വാഭ്യാം ധനുശ്ച കേതും ച ശരേണാന്യേന വൈ ശിരഃ. ചതുർഭിഹി ചതുരഃ വാഹാൻ. 4 അസ്ത്രങ്ങളെ കൊണ്ട് 4 വാഹങ്ങളെ, വാഹം എന്നാൽ ഇവിടെ കുതിര, ഒരു തേരിന് 4 കുതിരകളാണ് സാധാരണ. അപ്പൊ ആ 4 കുതിരകളെ 4 അസ്ത്രങ്ങളെ കൊണ്ട് പ്രയോഗിച്ചു. ചതുരഃ വാഹാൻ. ഏകേന സൂതം, ഒരസ്ത്രം കൊണ്ട് തേരാളിയെ, സൂതൻ എന്നാൽ ഇവിടെ തേരാളിയെയും, ദ്വാഭ്യാം ധനുഹു കേതും ച. ദ്വാഭ്യാം എന്ന് പറഞ്ഞാൽ 2 അസ്ത്രങ്ങളെ കൊണ്ട് അദ്ദേഹത്തിന്റെ ദ്യുമാന്റെ ധനുസ്സിനെ, വില്ലിനെ പൊട്ടിച്ചു. കേതു എന്ന് പറഞ്ഞാൽ കൊടി, അദ്ദേഹത്തിന്റെ രഥത്തിലുള്ളതായിട്ടുള്ള വലിയ ധ്വജത്തെ, കൊടിയെയും ഭഞ്ജിച്ചു. അത് വലിയ എന്താ പറയുക, അപമാനിക്കലാണ്. അവരുടെ ചിഹ്നമായിട്ടുള്ള അവരുടെ പ്രൈഡാണത്, അല്ലേ? അഭിമാനമാണ് അവരുടെ ആ രാജവംശത്തിന്റെ കൊടി, ഇന്ന രാജ്യത്തിന്റെ കൊടി എന്നൊക്കെ പറയുന്നത് വലിയ അഭിമാനമാണ്. അതിനെ തകർക്കുന്നത് അവർക്ക് വലിയ മാനസികമായിട്ടുള്ള മുറിവേൽപ്പിക്കലാണ്, അവരെ ക്ഷീണിപ്പിക്കലാണ്. അപ്പൊ അങ്ങനെ കേതും കൊടിമരത്തെയും മുറിച്ചു. അന്യേന ശരേണ ശിരഃ അഹനത്. 8ാമത്തെ ശരം കൊണ്ട്, അല്ലേ, എത്രയായി? 4 കുതിരകളുടെ നേരെ, 1 സൂതന്റെ നേരെ, 5ആയി. 2 വില്ലിന്റെയും കൊടിമരത്തിന്റെയും നേരെ, 5 × 2 7ആയി. ബാക്കി 1 ഉണ്ട് 8. ആ 8 കൊണ്ട് 8ാമത്തെ അന്യേന ശരേണ ശിരഃ അഹനത്, ശിരസിനെ ഹനിച്ചു. 8ാമത്തെ അസ്ത്രം അയാളുടെ ശിരസിനെയും എടുത്തു. അങ്ങനെ ദ്യുമാന്റെ പണി കഴിഞ്ഞു. തന്നെ അപമാനിച്ച, തനിക്ക് ക്ഷീണമുണ്ടാക്കിയതായിട്ടുള്ള ആ സാൽവന്റെ മന്ത്രിയായ ദ്യുമാനെ, ശക്തനായിട്ടുള്ള ദ്യുമാനെ പ്രദ്യുമ്നൻ തിരിച്ചു വന്ന് വളരെ എളുപ്പത്തിൽ തന്നെ 8 അസ്ത്രങ്ങളെ കൊണ്ട് അയാളുടെ പണി കഴിച്ചു എന്നർത്ഥം. അങ്ങനെ ദ്യുമാന്റെ വധം കഴിഞ്ഞു. ഇനി ഗതസാത്യകി സാമ്പാദ്യ ജഗ്നുഃ സൗഭപതേർബലം പേതുസ്സമുദ്രേ സൗഭേയാഃ സർവേ സഞ്ചിന്നകന്ദരാഃ. ഗതസാത്യകി സാമ്പാദ്യ ജഗ്നുഃ സൗഭപതേർബലം പേതുസ്സമുദ്രേ സൗഭേയാഃ സർവേ സഞ്ചിന്നകന്ദരാഃ. ഗത സാത്യകി സാമ്പാദ്യാഃ സൗഭപതേഃ ബലം ജഗ്നുഃ. ഈ പ്രദ്യുമ്നന്റെ കൂടെ സഹായികളായിട്ടുള്ള അനുജന്മാര്, ഗതനും സാമ്പനും അനുജന്മാരാണ്. ഭഗവാന് ഒരു അനുജനുണ്ട് ഗതൻ എന്ന പേരില്, ഭഗവാന് മകനുണ്ട് ഗതൻ എന്ന പേരില്. അപ്പൊ ഇവിടെ ആ അനുജന്മാരായിട്ടുള്ള ഗതൻ, അതുപോലെ സാത്യകി എന്നുള്ളത് ഭഗവാന്റെ ബോഡി ഗാർഡായിട്ട് നടക്കുന്ന ആളാണ്. ആ സാത്യകിന്റെ കൂടെ സാമ്പൻ മുതലായവരൊക്കെ, ഭഗവാൻ നേരത്തെ അവരെയൊക്കെ അങ്ങോട്ട് പറഞ്ഞയച്ചിരുന്നുവല്ലോ. ആ സാമ്പൻ മുതലായവര് സൗഭപതേഹേ ബലം ജഗ്നുഹു. സൗഭപതി, സൗഭം എന്ന വിമാനത്തിന്റെ പതി ആരാണ്? സാൽവൻ. അപ്പൊ സാൽവന്റെ സൈന്യത്തെ ഹനിച്ചു. ജഗ്നുഹു എന്നുള്ള ഹനിച്ചു. സൗഭേയാഃ സർവേ സഞ്ചിന്ന കന്ദരാഃ സമുദ്രേ പേതുഹു. സൗഭേയന്മാര് എന്ന് പറഞ്ഞാൽ സൗഭത്തിൽ ഭവിച്ചവർ. ഈ സൗഭം എന്ന വാഹനത്തിൽ സാൽവനെ അനുഗമിച്ച് വന്നതായിട്ടുള്ള സൈന്യത്തിൽപ്പെട്ടവർ സൗഭേയന്മാർ, സർവേ എല്ലാവരും സഞ്ചിന്ന കന്ദരാഹ, കഴുത്ത് മുറിഞ്ഞവരായിട്ട്, ശിരസ് ഛേദിക്കപ്പെട്ടവരായിട്ട്, സമുദ്രേ പേതുഹു, സമുദ്രത്തിൽ പതിച്ചു. ദ്വാരക മൊത്തത്തിൽ സമുദ്ര തീരമാണ്, അല്ലെങ്കിൽ സമുദ്രത്തിന്റെ നടുവിലുള്ള ദ്വീപാണ്. അപ്പൊ ആ ദ്വീപിൽ വളരെ എളുപ്പമാണ് സമുദ്രത്തിലേക്ക് പതിപ്പിക്കാൻ എന്നർത്ഥം. അവരെയൊക്കെ അസ്ത്രങ്ങളെ കൊണ്ട് അവരുടെ ശരീരങ്ങളെയൊക്കെ ഈ വീരന്മാര് സമുദ്രത്തിലേക്ക് തള്ളിയിട്ടു എന്ന് താല്പര്യം. സമുദ്രേ പേതുഹു. ഏവം യദൂനാം സൽവാനാം നിഗ്നതാം ഇതരേതരം യുദ്ധം ത്രിനവരാത്രം തത് അഭൂത് തുമുലമുൽബണം. ഏവം യദൂനാം സൽവാനാം നിഗ്നതാം ഇതരേതരം യുദ്ധം ത്രിനവരാത്രം തത് അഭൂത് തുമുലമുൽബണം. ഏവം നിഗ്നതാം യദൂനാം സൽവാനാം,
ഏവം ഇപ്രകാരം നിഗ്നതാം പരസ്പരം ഹനിക്കുന്നവരായ യദൂനാം സാൽവാനാം, യദൂനാം യാദവാനാം, സാൽവാനാം സാൽവ സൈന്യാനാം, സാൽവന്റെ കൂടെയുള്ള സൈന്യങ്ങളും യാദവ സൈന്യവും തമ്മിലുള്ള ഇതരേതരം തുമുലം ഉൽബണം തദ്യുദ്ധം, ഇതരേതരം പരസ്പരമുള്ളതായിട്ടുള്ള തുമുലം അതിഘോരമായ ഭയങ്കരമായ ഉൽബണം, കാണുന്നവർക്കും കേൾക്കുന്നവർക്കൊക്കെ ഭയത്തെ ജനിപ്പിക്കുന്നതായിട്ടുള്ള തദ്യുദ്ധം, ആ യുദ്ധം ത്രിനവരാത്രമഭൂത്. ത്രിനവരാത്രം എന്ന് പറഞ്ഞാൽ നവരാത്രം എന്നാൽ 9 ദിവസങ്ങൾ, രാത്രികൾ എന്ന് പറഞ്ഞാൽ പകലുകളും പെട്ടു. അപ്പോൾ 9 ദിവസങ്ങൾ. അത് ത്രിനവരാത്രം എന്ന് പറഞ്ഞാലോ 9 × 3 27. മുമ്പേ പറഞ്ഞു, കഴിഞ്ഞ അധ്യായത്തിലും പറഞ്ഞിരുന്നു. 27 ദിവസങ്ങൾ നീണ്ടു നിന്നു ഈ യാദവ സൈന്യവും സാൽവ സൈന്യവുമായിട്ടുള്ള യുദ്ധം. ത്രിനവരാത്രം അഭൂത്. ഇന്ദ്രപ്രസ്ഥം ഗതകൃഷ്ണഃ ആഹൂതോ ധർമ്മസൂനുനാ രാജസൂയേധ നിർവൃത്തേ ശിശുപാലേ ച സംസ്ഥിതേ കുരുവൃദ്ധാൻ അനുജ്ഞാപ്യ മുനീംശ്ച സസുതാം പൃഥാം നിമിത്താന്യതിഘോരാണി പശ്യൻ ദ്വാരവതീം യയൗ. ഇന്ദ്രപ്രസ്ഥം ഗതകൃഷ്ണഃ ആഹൂതോ ധർമ്മസൂനുനാ രാജസൂയേത നിർവൃത്തെ ശിശുപാലേ ച സംസ്ഥിതേ കുരുവൃദ്ധാൻ അനുജ്ഞാപ്യ മുനീംശ്ച സസുതാം പൃഥാം നിമിത്താന്യതിഘോരാണി പശ്യൻ ദ്വാരവതീം യയൗ. ഇവിടെ ആ സന്ദർഭത്തെ ഒന്നുകൂടെ സ്മരിക്കുകയാണ്. ഭഗവാൻ എവിടെയായിരുന്നു ഈ സമയത്ത് എന്ന് സൂചിപ്പിക്കുകയാണ്. ധർമ്മസൂനുനാഹൂതഃ ഇന്ദ്രപ്രസ്ഥം ഗതഃ കൃഷ്ണഃ. കൃഷ്ണഃ ഇന്ദ്രപ്രസ്ഥം ഗതഃ. കൃഷ്ണൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയവനായിരുന്നു. എപ്പോൾ? ധർമ്മസൂനുനാഹൂതഃ, ധർമ്മപുത്രരാൽ ക്ഷണിക്കപ്പെട്ടിട്ട്. അപ്പൊ ധർമ്മപുത്രർ രാജസൂയയാഗം നടത്തിത്തരാൻ ക്ഷണിച്ചത് കാരണമായിട്ട് ഇന്ദ്രപ്രസ്ഥത്തിൽ പോയിരിക്കുകയായിരുന്നു. അത് രാജസൂയേ നിർവൃത്തേ, അനന്തരം രാജസൂയം പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ, നിർവർത്തിച്ചപ്പോൾ, ശിശുപാലേ സംസ്ഥിതേച്ച, ശിശുപാലൻ പോയപ്പോൾ. ഇവിടെ ശിശുപാലന്റെ പോക്ക് എവിടേക്കാണ്? സംസ്ഥാനം, പ്രസ്ഥാനം. ശിശുപാലന്റെ പ്രസ്ഥാനം പരലോക പ്രസ്ഥാനം, അല്ലെങ്കിൽ അല്ലെ ഭഗവാനിലേക്ക് ചെന്നു ചേർന്നു. അങ്ങനെ ശിശുപാല വധവും കഴിഞ്ഞപ്പോൾ അതിഘോരാണി നിമിത്താനി പശ്യന്ന്, ഭഗവാൻ ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിക്കുമ്പോൾ ചില നിമിത്തങ്ങൾ കാണുക. നിമിത്തം ലക്ഷണങ്ങൾ, അത് അതിഘോരങ്ങളായിട്ടുള്ള ചില അടയാളങ്ങൾ കാണുന്നു. അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ ചിന്തയുണ്ടാകുന്നു. അതാണ് സസുതാം പൃഥാം മുനീൻ കുരുവൃദ്ധാൻ അനുജ്ഞാപ്യ ദ്വാരവതീം യയൗ. സസുതാം പൃഥാം, പുത്രന്മാരോടുകൂടിയ കുന്തിദേവിയോടും. പൃഥാ കുന്തിദേവി, അവരുടെ പുത്രന്മാര് പാണ്ഡവന്മാര്. അപ്പൊ പാണ്ഡവന്മാരാകുന്ന പുത്രന്മാരോടുകൂടെ ആ കുന്തിദേവിയോടും മുനീൻ കുരുവൃദ്ധാൻ അനുജ്ഞാപ്യ, അവിടെയുള്ള മുനിമാരോടും കുരുവൃദ്ധന്മാരായിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരോടുമൊക്കെ യാത്ര പറഞ്ഞുകൊണ്ട് ദ്വാരവതീം യയൗ. വിതുരൻ മുതലായവരൊക്കെയാണ് അവിടെ ഉണ്ടാവുക. ഭീഷ്മരും ദ്രോണരും ഒക്കെ ഉണ്ടോ എന്നറിയില്ല. എന്തായാലും അവിടെയുള്ള കാരണവന്മാരോടൊക്കെ യാത്ര പറഞ്ഞ് ദ്വാരവതീം യയൗ, ദ്വാരവതിയിലേക്ക്, ദ്വാരകാപുരിയിലേക്ക് ഭഗവാൻ മടങ്ങി. ആഹചാഹമിഹായാത ആര്യമിശ്രാഭിസംഗതഃ രാജന്യാശ്ചൈദ്യപക്ഷീയാ നൂനം ഹന്യുഹു പുരീം മമ. ആഹചാഹമിഹായാതഃ ആര്യമിശ്രാഭിസംഗതഃ രാജന്യാശ്ചൈദ്യപക്ഷീയാ നൂനം ഹന്യുഹു പുരീം മമ. ഭഗവാൻ സ്വയം പറഞ്ഞ കാര്യങ്ങളാണ്. ആഹച, ആഹച എന്ന് പറഞ്ഞാൽ ഭഗവാൻ പുറപ്പെടുമ്പോൾ തന്നെത്താൻ പറയുകയാണ്. അഹം ഇഹ ആയാതഃ. എങ്ങനെ? ആര്യമിശ്ര അഭിസംഗതഃ. ആര്യൻ എന്നാൽ ജ്യേഷ്ഠൻ. ആരാ ജ്യേഷ്ഠൻ? ബലരാമസ്വാമി. ബലരാമസ്വാമിയോട് കൂടെ എന്നർത്ഥത്തിലാണ്. ജ്യേഷ്ഠനോടുകൂടി. ആര്യമിശ്ര അഭിസംഗത, അദ്ദേഹത്തോടും സംഗമിച്ചുകൊണ്ട്, അഭിസംഗമിച്ചുകൊണ്ട് ഇഹ ആയാത, ഞാൻ ഇവിടേക്ക് വന്നിരിക്കുകയാണ്, ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വന്നിരിക്കുകയാണ്. ചൈദ്യപക്ഷീയാഹ രാജന്യാഹ മമ പുരീം ഹന്യുഹു നൂനം.
ചൈദ്യപക്ഷീയന്മാർ, ശിശുപാലന്റെ പക്ഷത്തുള്ളതായിട്ടുള്ള ദുഷ്ടരാജാക്കന്മാർ ശിശുപാലനെ വധിച്ചപ്പോൾ തീർച്ചയായിട്ടും ക്ഷത്രിയന്മാരുടെ സ്വഭാവമാണ്, വെറുതെ ഇരിക്കില്ല, പ്രതികാരം ചെയ്യും. അപ്പൊ ഇതറിയുന്ന ഭഗവാൻ ചിന്തിച്ചു, ശിശുപാലന്റെ പക്ഷീയന്മാർ അഥവാ ശത്രുക്കള്, രാജാക്കന്മാര് മമ പുരീം ഹന്യുഹു നൂനം, എന്റെ പുരിയെ ഹനിക്കും അഥവാ ആക്രമിക്കും, നൂനം തീർച്ചയായിട്ടും ഉണ്ടാവും എന്നിങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ട് ഭഗവാൻ പിന്തിരിഞ്ഞു. അവിടുന്ന് ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് ദ്വാരകയിലേക്ക് മടങ്ങുകയാണ്. വീക്ഷ്യ തത്കഥനം സ്വാനാം നിരൂപ്യ പുരരക്ഷണം സൗഭം ച സാൽവരാജം ച ദാരുകം പ്രാഹ കേശവഃ. വീക്ഷ്യ തത്കഥനം സ്വാനാം നിരൂപ്യ പുരരക്ഷണം സൗഭം ച സാൽവരാജം ച ദാരുകം പ്രാഹ കേശവഃ. ഭഗവാൻ അങ്ങനെ ദ്വാരകയിലേക്ക് വരുമ്പോ തന്നെ വഴിയിൽ തന്നെ ഈ യുദ്ധം നടക്കുന്നത് കാണുകയാണ്. അതാണ് വീക്ഷ്യ തത്കഥനം സ്വാനാം, സ്വാനാം തത്കഥനം വീക്ഷ്യ, സ്വാനാം സ്വകീയാനാം യാദവാനാം, യാദവന്മാർക്കുള്ള തത്കഥനം, ഈ ഒരു വിഷമാവസ്ഥയെ ദുഃഖത്തെ കണ്ടിട്ട്, അതുപോലെ സൗഭം സാൽവരാജം ച വീക്ഷ്യ, സൗഭം എന്ന വലിയൊരു പുരം പോലെയുള്ള ഒരു വാഹനം, ഒരു യാനം, അതിൽ സാൽവൻ എന്ന രാജാവ് ഇരിക്കുന്നതും, അപ്പൊ സാൽവന്റെ ആ സൗഭം എന്ന വാഹനത്തോടുകൂടിയുള്ള ഈ യുദ്ധത്തെയും കണ്ടിട്ട് സാൽവരാജം ച വീക്ഷ്യ പുരരക്ഷണം നിരൂപ്യ ദാരുകം പ്രാഹ കേശവ. തന്റെ പുരത്തെ രക്ഷിക്കേണ്ടതാണ്, ദ്വാരകാപുരിയെ താൻ രക്ഷിക്കണം എന്നുള്ള നിരൂപണത്തോടെ, നിശ്ചയത്തോടെ ദാരുകം ആഹ, ദാരുകം പ്രാഹ, ദാരുകൻ എന്ന തന്റെ സാരഥിയോട് കേശവ പ്രാഹ, ആ കേശവൻ ആജ്ഞാപിച്ചു എന്നർത്ഥം. അപ്പൊ തന്റെ സാരഥിയോട് ഭഗവാൻ പറയുകയാണ്, രഥം പ്രാപയമേ സൂത സാൽവസ്യാന്തികമാശുവൈ സംഭ്രമസ്തേന കർത്തവ്യോ മായാവി സൗബരാടയം. രഥം പ്രാപയമേ സൂത സാൽവസ്യാന്തികമാശുവൈ സംഭ്രമസ്തേ ന കർത്തവ്യോ മായാവി സൗബരാടയം. അപ്പോൾ തന്റെ സാരഥിയോട് ഭഗവാൻ പറയുന്ന വാക്കുകളാണ്, ഹേ സൂത, അല്ലയോ സാരഥേ, മേ രഥം സാൽവസ്യ അന്തികം ആശു പ്രാപയ, എന്റെ രഥത്തെ, മേ രഥം സാൽവസ്യ അന്തികേ, ആ സാൽവന്റെ സമീപത്തിലേക്ക്, ആശു പ്രാപയ വേഗം പ്രാപിപ്പിക്ക്, അയം സൗഭരാട് മായാവി, ഈ സൗഭത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാവ് ഈ സാൽവൻ മഹാമായാവിയാണ്, മായാപ്രയോഗത്തിൽ കുശലനാണ്. തേ സംഭ്രമഃ ന കർത്തവ്യ, നീ പക്ഷേ അതൊന്നും കണ്ടിട്ടൊന്നും പരിഭ്രമിക്കേണ്ടതില്ല കേട്ടോ, ഞാനില്ലേ കൂടെ. അതുകൊണ്ട് അവന്റെ മായകളിലൊന്നും നീ ഭ്രമിക്കേണ്ട, നീ നിന്റെ കർത്തവ്യം ചെയ്താൽ മതി, അവന്റെ നേരെ രഥമോടിക്കുക. അപ്പൊ ഭഗവാനോടെ നീ അവന്റെ മായയിലൊന്നും ഭ്രമിക്കരുത് എന്ന് സാരഥിയോട് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഭഗവാൻ സാൽവന്റെ മായയിൽ ഭ്രമിക്കുമോ? സാൽവൻ മായ പ്രയോഗിക്കുന്നുണ്ട് അല്ലേ, വരാനിരിക്കുന്നു, കഥയിൽ വരാനിരിക്കുന്നു. ഭഗവാന്റെ പിതാവായ വസുദേവരെ പോലെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ രാവണൻ മായാസീതയെ ഹനുമാൻ സ്വാമിയുടെ മുമ്പിൽ വെച്ച് കൊന്നുകളയുന്ന രീതിയിൽ യുദ്ധത്തിന്റെ ഇടയിൽ കാണിച്ചില്ലേ? അപ്പൊ ഹനുമാൻ സ്വാമി അത് കണ്ട് വിശ്വസിച്ച് ഇനിയിപ്പോ നമ്മൾ യുദ്ധം ചെയ്തിട്ട് എന്ത് കാര്യം എന്ന് പറഞ്ഞ മനസ്താപത്തോടെ തിരിച്ചു വരുന്ന രംഗം നമ്മൾ രാമായണത്തിൽ കാണാം. അപ്പൊ അതേപോലെ ഇവിടെയും ഈ സാൽവൻ ഒരു മായ പ്രയോഗിക്കുന്നുണ്ട്. വസുദേവരെ പോലെ ഒരാളെ ഉണ്ടാക്കിയിട്ട് രഥത്തിൽ പിടിച്ചു കൊണ്ടുവന്ന് ബന്ധനസ്ഥനാക്കി കഴുത്ത് മുറിക്കുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ കുറച്ചു നേരത്തേക്ക് ഭഗവാൻ ഒന്ന് സ്തംഭിച്ച് മോഹിച്ചുവോ എന്ന് തോന്നുമെന്ന് പറയാം. അങ്ങനെ ഒരു പ്രയോഗമുണ്ട് ഇവിടെ. തീർച്ചയായിട്ടും ഭഗവാന് യാതൊരു മായാബാധയും ഇല്ല, മായാനാഥനാണ്. എങ്കിലും ഒന്ന് അഭിനയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. ഏതോ കവികൾ പറഞ്ഞിരിക്കണു, അതിനെ ശ്രീശുഖ ബ്രഹ്മർഷി പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ചിലരിങ്ങനെയൊക്കെ പറയണു എന്ന്. ചിലരുടെ അഭിപ്രായത്തില് ഭഗവാന് അല്പനേരം മോഹം ഉണ്ടായി എന്ന് പറയുന്നു. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ പറയണമെങ്കിൽ
ഭഗവാന് മോഹമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല, അങ്ങനെ തോന്നിയതായിരിക്കും ചിലർക്ക് എന്ന്. ഇവിടെ ഇപ്പോൾ മായാവിയാണിവൻ, അവന്റെ മായയിൽ നീ ഒന്നും സംഭ്രമിക്കരുത് എന്ന് സാരഥിയോട് പ്രത്യേകം ചട്ടം കെട്ടുന്നുണ്ട്. അപ്പോ ഇത്യുക്തഃ ചോദയാമാസ രഥമാസ്ഥായ ദാരുകഃ വിശന്തം ദദൃശുഃ സർവേ സ്വേ പരേ ചാരുണാനുജം. ഇത്യുക്തശ്ചോദയാമാസ രഥമാസ്ഥായ ദാരുകഃ വിശന്തം ദദൃശുഃ സർവേ സ്വേ പരേ ചാരുണാനുജം. ഇത്യുക്തഃ ചോദയാമാസ രഥമാസ്ഥായ ദാരുകഃ ഇതി ഉക്തഃ ദാരുകഃ, ഇപ്രകാരം പറയപ്പെട്ടവനായ ദാരുകൻ, ഭഗവാനാൽ ആജ്ഞാപിക്കപ്പെട്ട ദാരുകൻ, ഭഗവാന്റെ സാരഥി, രഥം ആസ്ഥായ ചോദയാമാസ, രഥത്തിൽ കയറിയിരുന്നു കൊണ്ട് ആ രഥത്തെ പ്രേരിപ്പിച്ചു, വാഹനങ്ങളെ പ്രേരിപ്പിച്ചു. ഏതിന്റെ നേരെ? ഈ സാൽവന്റെ നേരെ. സ്വേ പരേ സർവേ വിശന്തം അരുണാനുജം ദദൃശുഹു. ഇവിടെ സ്വേ പരേ, സ്വേ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സ്വകീയന്മാരായ യാദവ സൈന്യവും, പരേ എന്ന് പറഞ്ഞാൽ ശത്രു സൈന്യവും സാൽവ സൈന്യവും രണ്ടു വശത്ത് നിരന്നു നിന്ന് യുദ്ധം ചെയ്യുകയാണ്. അവര് ദൂരേന്ന് വരുന്നതായിട്ടുള്ള ഭഗവാന്റെ രഥത്തിന്റെ കൊടിയടയാളം ആദ്യം കണ്ടു എന്ന് പറയുന്നു. അരുണാനുജൻ ആരാണ്? ചാരുണാനുജം എന്നോട് അവസാന വാക്ക് പറഞ്ഞില്ലേ അവിടെ? ച പ്ലസ് അരുണാനുജം. അരുണസ്യ അനുജഃ, അരുണനാരാ? സൂര്യന്റെ സാരഥി. ആ അരുണന്റെ സഹോദരനാണ് ഗരുഡൻ. അപ്പൊ ഗരുഡനെ എവിടെ കാണാം? ഭഗവാന്റെ കൊടിയിൽ അല്ലെ? ഗരുഡധ്വജനാണ് ഭഗവാൻ. ആ ഗരുഡധ്വജന്റെ ഗരുഡനെ മുകളിൽ കണ്ടു. ആദ്യം കാണുക ഒരു രഥം ദൂരേന്ന് വരുമ്പോ അതിന്റെ കൊടിയാണ് കാണുക. അതിൽ നിന്ന് തന്നെ ആളെ ഐഡന്റിഫൈ ചെയ്യാം. അതിനാണ് ഈ ഏറ്റവും ഉയരത്തിൽ കൊടി കെട്ടി പറക്കുന്നത്. ആരാണ് വരുന്നത് എന്ന് ദൂരത്തുനിന്ന് തന്നെ ആദ്യം മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നീട് രഥം കാണുള്ളൂ, ഭൂമി ഉരുണ്ടതായതുകൊണ്ട് അല്ലേ? വലിയ യുദ്ധഭൂമിയിൽ ദൂരേന്ന് വരുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആദ്യം അതിന്റെ ഏറ്റവും മുകളിലുള്ള കാര്യങ്ങളെ കാണുള്ളൂ. അപ്പോൾ ഇവിടെ ആദ്യം കാണുന്നത് ഉയരത്തിൽ ഉള്ളതായിട്ടുള്ള ആ കൊടി അടയാളമാണ്. അതാണ് സ്വേ പരേ സർവേ, രണ്ട് സൈന്യത്തിലുള്ള എല്ലാവരും തന്നെ വിശന്തം അരുണാനുജം ദദൃശുഹൂച്ച, അവിടേക്ക് പ്രവേശിക്കുന്ന ഗരുഡനെ കണ്ടു. എവിടെ കണ്ടു? ആ കൊടി വാഹനത്തിന്റെ മുകളിലുള്ള അടയാളമായിട്ട് കണ്ടു. അപ്പൊ അവര് ഊഹിച്ചു, രണ്ടു കൂട്ടർക്കും, ഒരാൾക്ക് ഭയത്തെ ജനിപ്പിക്കുന്നതാണ് ഈ ദർശനം, മറ്റൊരു കൂട്ടർക്ക് ആശ്വാസത്തെ നൽകുന്നതാണ് അല്ലേ? യാദവ സൈന്യത്തിന് നമ്മുടെ രക്ഷകൻ വരുന്നു, നായകൻ വരുന്നു, ഇനി നമുക്ക് എന്തിനു പേടിക്കണം? സാൽവപക്ഷത്തിന് അയ്യോ നമ്മുടെ അന്തകൻ വരുന്നു എന്ന് ഭയം ജനിപ്പിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ അരുണാനുജനെ ആദ്യം കണ്ടു. സാൽവശ്ച കൃഷ്ണമാലോക്യ ഹതപ്രായബലേശ്വരഃ പ്രാഹരത് കൃഷ്ണസൂതായ ശക്തിം ഭീമരവാം മൃധേ. സാൽവശ്ച കൃഷ്ണമാലോക്യ ഹതപ്രായബലേശ്വരഃ പ്രാഹരത് കൃഷ്ണസൂതായ ശക്തിം ഭീമരവാം മൃധേ. അപ്പോഴേക്കും 27 ദിവസത്തെ യുദ്ധം കഴിഞ്ഞിരിക്കണു ഭഗവാൻ വരുമ്പോഴേക്കും. അപ്പോഴേക്കും എന്തായിട്ടുണ്ട്? സാൽവന്റെ സൈന്യം പകുതിയിലധികം ക്ഷയിച്ചു കഴിഞ്ഞിരിക്കണു. അതാണ് ഇവിടെ പറയുന്നത്, ഹത പ്രായബലേശ്വരഃ സാൽവഃ. സാൽവഃ ഹതപ്രായബലേശ്വരഃ. ഹതപ്രായം എന്ന് പറഞ്ഞാൽ പ്രായേണ ഹതം, നല്ലപോലെ നശിപ്പിക്കപ്പെട്ടത്. എന്ത്? ബലം, സൈന്യം. അപ്പൊ നല്ലതുപോലെ നശിപ്പിക്കപ്പെട്ട സൈന്യത്തിന്റെ ഈശ്വരനാണ് ആര്? സാൽവൻ. അപ്പൊ നശിപ്പിക്കപ്പെട്ട സൈന്യത്തിന്റെ ഈശ്വരനായ നാഥനായ സാൽവൻ കൃഷ്ണമാലോക്യ,
കൃഷ്ണനെ ആ രഥത്തിൽ വരുന്നത് കണ്ടിട്ട് മൃധേ ആ യുദ്ധത്തില് ഭീമരവാം ശക്തിം കൃഷ്ണസൂതായ പ്രാഹരത്. ഭീമരവാം ഭയങ്കര ശബ്ദമുണ്ടാക്കുന്നതായിട്ടുള്ള ശക്തി. ശക്തി എന്ന് പറഞ്ഞാൽ വേല്, കുന്തം എന്നൊക്കെ അർത്ഥം. ആ വേല് കൃഷ്ണസൂതായ കൃഷ്ണന്റെ സാരഥിയുടെ നേർക്ക് പ്രാഹരത് പ്രഹരിച്ചു. വലിയൊരു ആയുധം, വേല് അല്ലെങ്കിൽ ശക്തി എന്ന് പറയുന്ന ആയുധത്തെ സാൽവൻ ദൂരെ നിന്ന് തന്നെ കൃഷ്ണന്റെ രഥം വരുന്നത് കണ്ടപ്പോൾ അതിനെ തടയാൻ വേണ്ടി അതിനെ ഓടിക്കുന്ന വാഹകൻ സൂതനെ തന്നെ ആക്രമിച്ചുകൊണ്ട് ആ വേല് എറിഞ്ഞു എന്നാണ്. അങ്ങനെ പ്രയോഗിച്ചപ്പോൾ താം ആപതന്തീം നഭസി മഹോൽകാമിവരംഹസ ഭാസയന്തീം ദിശ ശൗരിഹി സായകൈ സദധാച്ഛിനത്. താമാപതന്തീം നഭസി മഹോൽകാമിവരംഹസ ഭാസയന്തീം ദിശ ശൗരിഹി സായകൈ സദധാച്ഛിനത്. അതിന്റെ രംഹസ് എന്ന് പറഞ്ഞാൽ വേഗം. അപ്പൊ രംഹസ മഹോൽകാമിവ നഭസി ആപതന്തീം, വേഗം കൊണ്ട് ഒരു ഉൽക്കയെ പോലെ, ഉൽക്ക ധൂമകേതു, ഒരു ധൂമകേതു വരുന്നത് പോലെ ഏതോ ഗ്രഹത്തിൽ നിന്നോ നക്ഷത്രത്തിൽ നിന്നോ തീ പിടിച്ചു വരുന്നതായിട്ടുള്ള ഒരു ഭൂമിയെ ആക്രമിക്കുന്നതായിട്ടുള്ള ആ ഉൽക്കകൾ അഥവാ ധൂമകേതുക്കൾ വരുന്നത് കണ്ട് മഹോൽക്കാമിവ വലിയൊരു തീഗോളമായി വരുന്നത് കണ്ട് നഭസി ആപതന്തീം ആകാശത്തിൽ ആപതിക്കുക നേർക്ക് വരിക, തന്റെ നേർക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള അതിനെ അത് ദിശഃ ഭാസയന്തീം, അതിന്റെ പ്രകാശം ദിക്കുകളെയൊക്കെ ജ്വലിപ്പിക്കുന്നുണ്ട്, ദിക്കുകളെ പ്രകാശിപ്പിക്കുന്നതായിട്ടുള്ള താം എന്ന് പറഞ്ഞാൽ താം ശക്തിം, ആ ശക്തിയെ ആ വേലിനെ ശൗരിഹി സായകൈഹി സദദാ അച്ഛിനത്. ശൗരിഹി ഭഗവാൻ ശൂരസേനന്റെ വംശത്തിൽ പിറന്നവനായതുകൊണ്ട് ശൗരിഹി. ആ ശൗരി തന്റെ സായകങ്ങളെ കൊണ്ട്, അസ്ത്രങ്ങളെ കൊണ്ട് സദദാ 100 കണക്കിന് കഷ്ണങ്ങളാക്കിയിട്ട് അച്ഛിനത് എന്നുള്ള ഛേദിച്ചു, പൊടിയാക്കി കളഞ്ഞു എന്ന് പറയാം. അപ്പോ ഇദ്ദേഹം പ്രയോഗിച്ച സാരഥിയുടെ നേരെയുള്ള വേലിനെ ഭഗവാൻ തന്റെ അസ്ത്രങ്ങളെ കൊണ്ട് 100 കണക്കിന് ധൂളികളാക്കി പൊടിയാക്കി കളഞ്ഞു, ഛേദിച്ചു കളഞ്ഞു. തം ച ഷോഡശഭിർവിദ്വാ ബാണൈ സൗഭം ചഖേ ഭ്രമത് അവിദ്യത്സരസന്തോഹൈഃ ഖം സൂര്യൈവ രശ്മിഭിഃ. തം ച ഷോഡശഭിർവിദ്വാ ബാണൈ സൗഭം ചഖേ ഭ്രമത് അവിദ്യത്സരസന്തോഹൈഃ ഖം സൂര്യൈവ രശ്മിഭിഃ. പിന്നീട് ഷോഡശഭിഃ ബാണൈഃ തം ച വിദ്വാ, ഷോഡശങ്ങൾ 16. അപ്പൊ 16 ബാണങ്ങളെ കൊണ്ട് അവനെയും വേദിച്ചിട്ട്, അവനാരാ? സാൽവൻ. അപ്പൊ ഭഗവാൻ സാൽവന്റെ നേരെ 16 അസ്ത്രങ്ങളെ പ്രയോഗിച്ചു. അങ്ങനെ 16 അസ്ത്രങ്ങളെ പ്രയോഗിച്ചു, അവനെ വേദിച്ചു, അവന്റെ നേരെ മുറിവേൽപ്പിച്ചു. ഖേ ഭ്രമത് സൗഭം സൂര്യ രശ്മിഭിഃ ഖം ഇവ ശരസന്തോഹൈ അവിദ്യത്. ഖേ ഭ്രമത് സൗഭം, ആകാശത്തിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന അവന്റെ വാഹനമായ സൗഭത്തെ ഭഗവാൻ ആയുധങ്ങളെ കൊണ്ട് പ്രയോഗിച്ചു. അപ്പോ സൂര്യ രശ്മിഭിഃ ഖം ഇവ, സൂര്യൻ എങ്ങനെയാണോ രശ്മികളെ കൊണ്ട് ആകാശത്തെ നിറയ്ക്കുന്നത് അതുപോലെ ഭഗവാൻ ശരസന്തോഹങ്ങളെ കൊണ്ട് വേദിച്ചു. അപ്പൊ ഈ സൗഭത്തിന്റെ ചുറ്റും അസ്ത്രങ്ങൾ രശ്മികളെ പോലെ, സൗഭം സൂര്യനെ പോലെ എന്ന് വേണമെങ്കിൽ ഭാവിക്കാം. അല്ലെങ്കിൽ ഭഗവാൻ സൂര്യനെ പോലെ, ഭഗവാനാകുന്ന സൂര്യൻ തന്നിൽ നിന്ന് രശ്മികൾ ഇങ്ങനെ പുറത്തേക്ക്, സൂര്യരശ്മികൾ പുറത്തേക്ക് പോകുന്നത് പോലെ അനേക അസ്ത്രങ്ങളെ ഒരേ സമയം പ്രയോഗിച്ച് ഇത് കറങ്ങണേ. ഭഗവാന്റെ ചുറ്റും ഈ സൗഭം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഭഗവാനും ഒപ്പം ചുറ്റണം. രഥത്തിലിരുന്ന് കറങ്ങിക്കൊണ്ട് അത് പോകുന്ന ദിശയിലേക്കൊക്കെ അസ്ത്രങ്ങൾ പ്രയോഗിച്ചു കൊണ്ടിരുന്നു. അപ്പൊ ഭഗവാൻ നടുവിൽ ഒരു സൂര്യൻ, ഭഗവാനിൽ നിന്ന് പൊഴിയുന്നതായിട്ടുള്ള അസ്ത്രങ്ങളെല്ലാം രശ്മികൾ പോലെ, സൂര്യരശ്മികൾ പോലെ. അപ്പൊ ഭഗവാൻ തേജസ് കൊണ്ട് സൂര്യനെ പോലെ പ്രകാശിക്കുന്നു. അതിൽ നിന്ന് പൊഴിയുന്നതായിട്ടുള്ള അസ്ത്രങ്ങൾ അനേക രശ്മികൾ
അപ്പോൾ സൂര്യന്റെ രശ്മികൾ എങ്ങനെ ആകാശത്തിൽ നിറയുമോ അതുപോലെ ഭഗവാന്റെ അസ്ത്രങ്ങൾ ആകാശത്തെല്ലായിടത്തും പ്രകാശിച്ച് കാണപ്പെട്ടു. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ തിരിച്ച് അസ്ത്രങ്ങളെ കൊണ്ട് സാൽവനെയും സൗഭത്തെയും ആക്രമിക്കുകയാണ്. സാൽവഃ ശൗരേസ്തു ദോസവ്യം സശാർംഗം ശാർംഗധന്വനഃ ബിഭേദന്യപതധസ്താത് ശാർംഗമാസീത്തദൽഭുതം. സാൽവഃ ശൗരേസ്തു ദോസവ്യം സശാർംഗം ശാർംഗധന്വനഃ ബിഭേദന്യപതധസ്താത് ശാർംഗമാസീത്തദൽഭുതം. സാൽവഃ, ആ സാൽവനും മോശക്കാരനല്ല. അവൻ എന്ത് ചെയ്തു? ശാർംഗധന്വനഃ ശൗരേഹേ, ശാർംഗം എന്ന ധനുസ് ധരിച്ചവനായ ശാർംഗിയായ, അല്ലെ, വനമാലി ഗതി ശാർംഗി, ശാർംഗധരനായ ഭഗവാന്റെ ശൗരിയുടെ സശാർംഗം സവ്യം ദോഹോ ബിഭേദ. സശാർംഗം, ശാർംഗം എന്ന വില്ല് പിടിച്ചിരിക്കുന്ന സവ്യം ദോഹോ, ഇടത്തെ കയ്യിനെ, ദോഹോ എന്ന് പറഞ്ഞ കയ്യ്, സവ്യം ഇടത്ത്. അപ്പൊ ഭഗവാന്റെ ഇടത്തെ കയ്യിലാണ് ഈ വില്ല് പിടിച്ചിരിക്കുന്നത്. ആ കയ്യിനെ തന്നെ ബിഭേദ, ഇവൻ സാൽവൻ ഭഗവാന്റെ കയ്യിനെ ഭേദിച്ചു എന്ന് പറയുന്ന അസ്ത്രങ്ങളെ കൊണ്ട് പ്രയോഗിച്ചു. മുറിവേൽപ്പിച്ചു എന്ന് എടുത്താൽ മതി ഇവിടെ, അല്ലാതെ കൈ മുറിഞ്ഞു വീണു എന്ന് എടുക്കേണ്ടതില്ല. അവിടെ പ്രത്യേകം പറയുന്നുണ്ട് ഹസ്താത് ശാർംഗം ന്യപതത്. അപ്പൊ കയ്യില് ഞെട്ടലോടെ മുറിവേറ്റതായിട്ടുള്ള സമയത്ത് ഭഗവാന്റെ കയ്യിൽ നിന്ന് പോലും ശാർംഗം ന്യപതത്, ആ ശാർംഗം എന്ന വില്ല് വീണു, അല്ലെങ്കിൽ കയ്യറ്റ് വീണു എന്ന് പറയേണ്ടതാണ്, പറഞ്ഞിട്ടില്ല. ശാർംഗം പതിച്ചു, ഭഗവാന്റെ കയ്യിൽ നിന്ന് പോലും ശാർംഗത്തെ വീഴ്ത്തിച്ചു, പ്രഹരിച്ചുകൊണ്ട്. ആര്? സാൽവൻ. അത് തദത്ഭുതം ആസീത്. കണ്ടവർക്കൊക്കെ ആശ്ചര്യമായി, ഭഗവാന്റെ കയ്യിൽ നിന്ന് ശാർംഗത്തെ വീഴ്ത്തുകയോ ഭഗവാന്റെ കയ്യിന് പരിക്കേൽപ്പിക്കുകയോ എന്നിങ്ങനെ കണ്ടവരെല്ലാം ആശ്ചര്യഭരിതരായി നടത്തും. തത് ആശ്ചര്യം അഭൂത്, തത് അത്ഭുതം ആസീത്. ഹാഹാകാരോ മഹാനാസീത് ഭൂതാനാം തത്ര പശ്യതാം നിനദ്യ സൗഭരാടുച്ഛൈഃ ഇദമാഹ ജനാർദ്ദനം. ഹാഹാകാരോ മഹാനാസീത് ഭൂതാനാം തത്ര പശ്യതാം നിനദ്യ സൗഭരാടുച്ഛൈഃ ഇദമാഹ ജനാർദ്ദനം. തത്ര പശ്യതാം ഭൂതാനാം മഹാൻ ഹാഹാകാരഃ ആസീത്. ഈ അത്ഭുതം കണ്ടിട്ട്, ഇവന്റെ പരാക്രമം കണ്ട് ഭഗവാന് തൽക്കാലം ഒരു ക്ഷീണമുണ്ടായത് കണ്ടിട്ട്, തത്ര പശ്യതാം ഭൂതാന, അവിടെ ഏതൊക്കെ ഭൂതങ്ങൾ എന്ന് വെച്ചാൽ മനുഷ്യരുണ്ടാവാം, ദേവന്മാരുണ്ടാവാം, ഋഷിമാരുണ്ടാവാം, ഗന്ധർവന്മാരുണ്ടാവാം, ആരൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നുവോ എല്ലാവരിൽ നിന്നും മഹാൻ ഹാഹാകാരഃ ആസീത്, അതിമഹത്തായ വലിയ ശബ്ദത്തിൽ ഹാ ഹാ കഷ്ടം കഷ്ടം എന്നിങ്ങനെ ഹാഹാകാരമുണ്ടായി. സൗബരാട് ഉച്ഛൈഹി നിമദ്യ ജനാർദ്ദനമിതമാഹ. സൗബരാട്, ആ സൗബത്തിന്റെ രാജാവ്, ഇവിടെ സാൽവൻ എന്നർത്ഥം. അപ്പൊ സാൽവൻ ഉച്ഛൈഹി നിനദ്യ, തന്റെ വിജയം ആഘോഷിക്കുന്ന ഉച്ചത്തിൽ നാദം ചെയ്തുകൊണ്ടാണ്, അട്ടഹസിച്ചുകൊണ്ടാണ്. തനിക്ക് ഇപ്പോ തൽക്കാല വിജയമുണ്ടായിരിക്കുന്നു, ഭഗവാന്റെ കയ്യിൽ നിന്ന് ശാർംഗത്തെ പതിപ്പിച്ചിരിക്കുന്നു. അപ്പൊ അതിനെ അട്ടഹസിച്ചുകൊണ്ട് സൗബരാട് ഉച്ഛൈഹി നദ്യ ജനാർദ്ദനം ഇതമാഹ, ആ ജനാർദ്ദനായ ഭഗവാനെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു. എന്താ പറയണത് നോക്കാം. യത്വയാ മൂഢ ന സഖ്യുഃ ഭ്രാതുർഭാര്യാ ഹൃദേക്ഷതാം പ്രമത്തസ്സ സഭാമധ്യേ ത്വയാ വ്യാപാദിതഃ സഖാം. യത്വയാ മൂഢ ന സഖ്യുഃ ഭ്രാതുർഭാര്യാ ഹൃദേക്ഷതാം പ്രമത്തസ്സ സഭാമധ്യേ ത്വയാ വ്യാപാദിതഃ സഖാം. ആ ശിശുപാലനെ അപമാനിച്ചതും വധിച്ചതും രണ്ട് കാര്യങ്ങൾ എടുത്തു പറയണം. അതെങ്ങനെയാ വിളിക്കണ ഭഗവാനെ സംബോധനയെന്ന് നോക്കൂ. മൂഢാന്ന്. ഇപ്പൊ ഭഗവാനെ ഹേ മൂഢ, അറിവില്ലാത്തവനെ മൂഢ. ഭ്രാതുഹു നഹ സഖ്യുഹു ഭാര്യ ഈക്ഷതാം ത്വയാ ഹൃദാ. ഞങ്ങളുടെ അല്ലെങ്കിൽ നിന്റെ സഹോദര തുല്യനാണ് ഭ്രാതുഹു എന്ന് പറയുന്നുണ്ട്. കൃഷ്ണന്റെ സഹോദരൻ തന്നെയാണ് ശിശുപാലൻ, അറിയാലോ.
കൃഷ്ണന്റെ അച്ഛന്റെ സഹോദരിയാണ് ശിശുപാലന്റെ അമ്മ. അപ്പോ കസിനാണ്, അച്ഛൻ പെങ്ങളുടെ മകൻ, സഹോദര സ്ഥാനം തന്നെ. അപ്പോ നിന്റെ ഭ്രാതാവിന്റെ നഹസഖ്യുഹു, ഞങ്ങളുടെ കൂട്ടുകാരന്റെ, നിന്റെ സഹോദരനും ഞങ്ങളുടെ കൂട്ടുകാരനുമായ ആ ശിശുപാലന്റെ ഭാര്യ, അവന് ചേരേണ്ട ഭാര്യയായ രുക്മിണി, ഈക്ഷതാം ത്വയാ ഹൃദ, ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ, നഹ ഈക്ഷതാം എന്നർത്ഥം, ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ, ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ച് ത്വയാ ഹൃദ, നീ ഹരിച്ചു കൊണ്ടുപോയി എന്ന് ഞങ്ങൾ മറന്നിട്ടില്ല, എത്ര കാലം കഴിഞ്ഞാലും മറക്കാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെ ആ ശിശുപാലന് ചേരേണ്ട ഭാര്യയെ നീ അപഹരിച്ചു കൊണ്ടുപോയി. ത്വയാഹൃത, നിന്നാൽ ഹരിക്കപ്പെട്ടു. നഹ സഖാ സഭാമധ്യേ പ്രമത്ത സഹ ത്വയാ വ്യാപാദിത, ഞങ്ങളുടെ ഇഷ്ടത്തോഴനായ കൂട്ടുകാരനായ ആ ശിശുപാലൻ ആ സഭയിൽ വെച്ച്, സഭാമധ്യത്തിൽ രാജസൂയാഗ സഭയിൽ വെച്ച് പ്രമത്ത, അവൻ അല്പം അശ്രദ്ധ കാണിച്ചു. ആ സമയത്ത് സഹ ത്വയാ വ്യാപാദിത, അവൻ നിന്നാൽ കൊല്ലപ്പെട്ടു. അപ്പൊ അവൻ യുദ്ധത്തിന് ഒരുങ്ങി സജ്ജനായിരുന്നില്ല. അങ്ങനെയുള്ളവനെ ചതിയിൽ നീ വധിച്ചു എന്നൊക്കെ അർത്ഥത്തില് ഭഗവാനെ പരിഹസിക്കണം, അല്ലെങ്കിൽ നിന്ദിക്കണം. അപ്പൊ എന്റെ കൂട്ടുകാരനായ നിന്റെ സഹോദരനായിട്ടുള്ള ആ ശിശുപാലന്റെ പത്നിയെ ഞങ്ങളൊക്കെ നോക്കി നിൽക്കുമ്പോ നീ അപഹരിച്ചു. ഈ സഭയിൽ വെച്ച് അവൻ ഇത്തിരി പ്രമത്തനായിരിക്കുന്ന സമയത്ത് നീ അവനെ വധിച്ചും കളഞ്ഞു. പ്രമത്തഃ സഭാമധ്യേ ത്വയാ വ്യാപാദിത സഖ തം ത്വാദ്യ നിശിതൈർബാണൈഃ അപരാജിതം അമാനിനം നയാമ്യപുനരാവൃത്തിം യദി തിഷ്ഠേഃ മമാഗ്രതഃ. അപരാജിതമാനിനം, സോറി. തം ത്വാദ്യ നിശിതൈർബാണൈർ അപരാജിതമാനിനം നയാമ്യപുനരാവൃത്തിം യദി തിഷ്ഠേഃ മമാഗ്രതഃ. തം ത്വാ അദ്യ നിശിതൈർബാണൈഃ അപരാജിതമാനിനം നയാമി അപുനരാവൃത്തിം. അപ്പോ അപരാജിതമാനിനം, അപരാജിതനാണെന്ന് അഭിമാനിക്കുന്ന തം ത്വാം, ആ നിന്നെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നുള്ള നിന്റെ അഹങ്കാരം ഉണ്ടല്ലോ, നിന്റെ അഭിമാനമുണ്ടല്ലോ, അങ്ങനെയുള്ള നിന്നെ നിശിതൈഹി ബാണൈഹി, എന്റെ മൂർച്ഛയേറിയ ബാണങ്ങളെ കൊണ്ട് നയാമി അപുനരാവൃത്തി, നിന്റെ ഇനി മടങ്ങി വരാത്ത ലോകത്തിലേക്ക് ഞാൻ നയിക്കുന്നുണ്ട്. അപുനരാവൃത്തിയിലേക്ക് നിന്നെ നയിക്കുന്നതാണ് യദി തിഷ്ഠേഹേ മമാഗ്രതഃ, ഇനി നീ എന്റെ മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ എന്നർത്ഥം. മമാഗ്രതഃ യദി തിഷ്ഠേഹേ, തിഷ്ഠേഹേ എന്ന വിസർഗപൂർവം മധ്യമ പുരുഷ ക്രിയയാണ്. നീ നിൽക്കുന്നുവെങ്കിൽ, ഇഫ് യു സ്റ്റാൻഡ് ബിഫോർ മീ എന്നർത്ഥം. എന്റെ മുമ്പിൽ നീ നിൽക്കുകയാണെങ്കിൽ, യദി തിഷ്ഠേഹേ മമ അഗ്രതഃ, എന്റെ മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ, നിശിതൈഹി ബാണൈഹി അദ്യ, മൂർച്ഛയേറിയ ബാണങ്ങളെ കൊണ്ട് ഇപ്പൊ തന്നെ നിന്നെ അപുനരാവൃത്തിം നയാമി, മടങ്ങി വരാത്ത മരണലോകത്തേക്ക്, മൃത്യുലോകത്തേക്ക് നിന്നെ ഞാൻ നയിക്കുന്നുണ്ട്, പ്രാപിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ അഹങ്കാരം കൊണ്ട് പുലമ്പുകയാണ്. അതിന് ഭഗവാൻ മറുപടി പറയുന്നു. ശ്രീ ഭഗവാനുവാച വൃഥാത്വം കത്തസേമന്ത ന പശ്യസ്യന്തികേന്തകം പൗരുഷം ദർശയന്തി സ്മ ശൂരാ ന ബഹുഭാഷിണഃ. ശ്രീ ഭഗവാനുവാച വൃഥാത്വം കത്തസേമന്ത ന പശ്യസ്യന്തികേന്തകം പൗരുഷം ദർശയന്തി സ്മ ശൂരാ ന ബഹുഭാഷിണഃ. ശ്രീ ഭഗവാനുവാച, ഭഗവാൻ ഈ സാൽവനോട് മറുപടി പറയാണ്. ഹേ മന്ദ, തിരിച്ചും മൂഢാ എന്ന് തന്നെ വിളിക്കുന്നത്. അല്ലയോ മൂഢാ, മന്ദബുദ്ധേ, ത്വം വൃഥാ കത്തസേ, നീ വെറുതെ പുലമ്പുകയാണ്, കഥനം ചെയ്യുകയാണ്. അപ്പൊ നീ വെറുതെ പുലമ്പാതെ, വായിട്ടടി അലയ്ക്കാതെ, അന്തികേ അന്തകം ന പശ്യസി, നിന്റെ സമീപത്ത് വന്നിരിക്കുന്ന അന്തകനെ, കാലനെ നീ കാണുന്നില്ല. കാലൻ നിന്നെ പിടിക്കാൻ വന്നിട്ടുണ്ട്. ആ കാലന്റെ മറ്റൊരു രൂപം തന്നെയാണ് ഇതാ നിൽക്കുന്ന ഞാനും.
അപ്പൊ കാലനായി നിൽക്കുന്ന എന്നെ നീ കാണുന്നില്ല. അന്തികേ അന്തകം ന പശ്യസി ശൂരാഹ പൗരുഷം ദർശയന്തി സ്മ ന ബഹുഭാഷിണഃ. ശരിക്കുള്ള പരാക്രമികള് ന ബഹുഭാഷിണഃ, വെറുതെ വാചകമടിക്കുന്നവരല്ല, വെറുതെ പുലമ്പുന്നവരല്ല. പിന്നെയോ പൗരുഷം ദർശയന്തി, അവരുടെ പരാക്രമത്തെ പൗരുഷത്തെ അവർ പ്രകടിപ്പിക്കുകയാണ് ചെയ്യുക. നീ വെറുതെ വായിട്ട് അലച്ചുകൊണ്ടിരിക്കുന്നു. നീ നിന്റെ അടുത്ത് വന്നിരിക്കുന്ന കാലനെ കാണുന്നില്ല. വൃഥാത്വം കത്തസേ മന്ദ ന പശ്യസ്യന്തികേന്ദകം പൗരുഷം ദർശയന്തി സ്മ ശൂരാ ന ബഹുഭാഷിണഃ. ഇത്യുക്ത്വാ ഭഗവാൻ സാൽവം ഗതയാ ഭീമവേഗയാ തതാടജത്രൗ സംരബ്ധഃ സ ചകമ്പേ വമൻ അസൃക്. ഇത്യുക്ത്വാ ഭഗവാൻ സാൽവം ഗതയാ ഭീമവേഗയാ തതാടജത്രൗ സംരബ്ധഃ സ ചകമ്പേ വമൻ അസൃക്. ഇതി യുക്ത്വാ ഭഗവാൻ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? സംരബ്ധഃ, സംരംഭം, കോപം വർദ്ധിച്ചവൻ. സംരബ്ധഃ, കോപത്തോടു കൂടിയവനായിട്ടുള്ള ഭഗവാൻ സാൽവം, ആ സാൽവനെ ഭീമവേഗയാ ഗതയാ ജത്രൗ തതാട, ഭയങ്കര വേഗമുള്ളതായിട്ട് തന്റെ ഗത കൊണ്ട്, കൗമോദകി കൊണ്ട്, ജത്രൂ എന്ന് പറഞ്ഞാൽ തോളെല്ല്, മുതുകത്ത് ഈ തോളിന്റെ പുറകിലുള്ളതായിട്ടുള്ള എല്ല്, വലിയ പരന്ന പലക പോലെയുള്ള എല്ല്, അതാണ് ജത്രൂ. അപ്പൊ തോളലിലേക്ക് ജത്രൗ ഗതയാ തതാട, ഭഗവാൻ തന്റെ ഗത കൊണ്ട് താടിച്ചു. സഹ അസൃക് വമൻ ചകമ്പേ, അവൻ ചോര ഛർദിച്ചുകൊണ്ട്, അസൃക് രക്തം, അത് വമന് വമിച്ചുകൊണ്ട്, വൊമിറ്റ് ചെയ്തുകൊണ്ട്, ചകമ്പേ ആ രഥത്തില് അല്ലെങ്കിൽ ആ സൗഭത്തിലിരുന്നൊന്ന് ഒലഞ്ഞു. അടിയേറ്റതായിട്ടുള്ള സാൽവൻ ചോര ഛർദിച്ചുകൊണ്ട് ഒന്ന് ഒലഞ്ഞു, ഒന്ന് ഇളകി, ഒന്ന് ആടിപ്പോയി എന്ന് പറയാം. ചകമ്പേ ഗദായാം സന്നിവൃത്തായാം സാൽവഃ തു അന്തരധീയത തതോ മുഹൂർത്ത ആഗത്യ പുരുഷഃ ശിരസാ അച്യുതം ദേവക്യാ പ്രഹിതോസ്മീതി നത്വാ പ്രാഹ വചോരുദൻ. അപ്പോൾ നമുക്ക് ഏകദേശം പകുതിയായി. ഇനിയിപ്പോൾ മുഴുവനാക്കാനുള്ള സമയം തികയില്ല. അപ്പോൾ നമുക്ക് നാളെ ബാക്കി കാണാം. ഇവിടെ നിൽക്കട്ടെ. ഇനിയാണ് ആ മായാപ്രയോഗം. നമ്മൾ പറഞ്ഞ വസുദേവരുടെ രൂപമുണ്ടാക്കി രഥത്തിൽ കൊണ്ടുവന്ന് ശിരച്ഛേദം ചെയ്യുന്നത്. അത് തന്നെ ഒരു 5-6 ശ്ലോകങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അതിനോട് തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളും നാളെ കാണാം. നാളെ വൈകുന്നേരമേ ഉള്ളൂ, രാവിലെ ഇല്ല. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. നാളെ വൈകുന്നേരമേ ഉള്ളൂ, കാണാം. ഓം ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി.